നമസ്കാരം. ടി ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. വൺ കാർഡ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, നിങ്ങളെ കാണാൻ വരുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. നമുക്ക് ആ റീഡിങ്ങിലേക്കൊന്ന് പോയാലോ? ഈ കാർഡ് പറയുന്നത് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അവർ വളരെ സ്ലോ മൂവിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. തീരുമാനമെടുക്കാനും വികാരങ്ങളെ പ്രകടിപ്പിക്കാനും സമയമെടുക്കുന്നവരാണവർ. ഒരിക്കലും അവർ കമ്മിറ്റ്മെൻറ്റ് ആയാൽ അത് സ്ഥിരതയുള്ളതായിരിക്കും, ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും. പക്ഷേ അതിലേക്ക് അവരെത്താൻ ഏറെ പേഷ്യൻസ് വേണം എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള പ്രാക്ടിക്കൽ ഗോൾസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് അവർ ശ്രദ്ധ മുഴുവൻ അവിടെ തന്നെയായിരിക്കും. അവരൊരു കാര്യം ഏറ്റെടുത്താൽ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ആളാണ്. ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. പിന്നെ അത് വിട്ടിട്ട് ഒരു കളിയുമില്ല. അതുകൊണ്ട് അവർ ബിസി ആയതുകൊണ്ടാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസ് വികാരങ്ങൾ വേഗത്തിൽ പ്രകടിപ്പിക്കുന്നവരല്ല. പക്ഷേ അത് വികാരം ഇല്ല എന്നല്ല അർത്ഥം. അവർക്ക് നല്ല ഇമോഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരത് വേഗത്തിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള വ്യക്തികളാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പം അവർ നോക്കാത്തത് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല. കെയർഫുള്ളാണ്, സ്ലോയിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചസൊക്കെ സ്വീകരിക്കുന്ന ആളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് ശ്രദ്ധ മാറ്റപ്പെടുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അല്ല. പൂർണ്ണമായിട്ടും അവർ ഒഴിവാക്കി പോയതൊന്നുമല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്പം ഒന്ന് വിട്ടു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രണയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊരു 2 മിനിറ്റ് അഫർമേഷൻ ഒരു 7 ദിവസത്തെ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. അവർ നിങ്ങളുമായിട്ട് നല്ല കോണ്ടാക്റ്റിൽ വരാനും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്